ഇനി നമ്മൾ പറയേണ്ടത് മാനിഫെസ്റ്റേഷനിൽ ആളുകൾ ചെയ്യുന്ന 7 പ്രധാനപ്പെട്ട തെറ്റുകളാണ്. 7 പ്രധാനപ്പെട്ട തെറ്റുകൾ. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ തെറ്റുകൾ നിങ്ങൾ ചെയ്യാതെ ഇരുന്നാൽ നിങ്ങൾക്കും മാനിഫെസ്റ്റേഷൻ വളരെ ഈസി ആയിരിക്കും. ഒന്നാമത്തെ തെറ്റ്, വിഷിനെ ഗോളാക്കി മാറ്റില്ല. എപ്പോഴും നമ്മുടെ ആഗ്രഹത്തിന് ആഗ്രഹമായിട്ട് തന്നെ വയ്ക്കുക. അത് മനസ്സിൽ തന്നെ കൊണ്ടു നടക്കും. മനസ്സിൽ നമ്മൾ കൊണ്ടു നടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ആഗ്രഹത്തിന് മനസ്സിൽ കൊണ്ട് നടക്കുമ്പോൾ അത് എപ്പോൾ വേണമെങ്കിലും മാറാം. മനസ്സിലുള്ള കാര്യം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ആഗ്രഹങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. നിങ്ങളൊരു സ്വിഫ്റ്റ് കാർ, റെഡ് കളറിൽ സ്വിഫ്റ്റ് കാർ കണ്ടു. എനിക്കൊരു റെഡ് കാർ വേണം. നിങ്ങൾ ആഗ്രഹിക്കാം, ഇതുപോലൊരു കാർ എനിക്കും വാങ്ങണം എന്ന് ആഗ്രഹിച്ചു. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ വേറൊരു ഫോർഡിൻ്റെ ഒരു കാർ കണ്ടു. ഒരു സിൽവർ കളറിൽ ഫോർഡിൻ്റെ കാർ. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം മാറി. ഇങ്ങനത്തെ ഒരു കാർ വേണം എനിക്ക്. ഇങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? നമ്മുടെ ആഗ്രഹത്തിനെ ലക്ഷ്യമാക്കി മാറ്റണം. അപ്പോഴാണ് അതിനൊരു ഡയറക്ഷൻ ഉണ്ടാകുന്നത്. അതായത് എനിക്കൊരു പണം വേണം എന്നുള്ളത് മാറ്റി എനിക്ക് ഇന്ന ഡേറ്റിനുള്ളിൽ ഇന്ന മാതിരി പണം വേണം എന്ന് പറഞ്ഞാൽ അതാണ് ഫസ്റ്റ് തെറ്റ്. അതായത് ആഗ്രഹമായിട്ട് കൊണ്ടു നടക്കും. ഇനി രണ്ടാമത്തെ തെറ്റ്, ലക്ഷ്യം എഴുതിയെന്ന് വിചാരിക്കുക. അത് എഴുതി അവിടെ വെച്ചു, അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നില്ല. അതവിടെ എഴുതി വെച്ചു. ലക്ഷ്യം ഇങ്ങനെ പറഞ്ഞ് ഒരു ആവേശത്തിനൊരു ഇതേമാതിരി ഡേറ്റൊക്കെ എഴുതി അവിടെ വെച്ചു. യൂണിവേഴ്സ് വന്ന് നടത്തി തരുമെന്നും പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ്. കാര്യമില്ല. അതിലേക്ക് ഫോക്കസ്ഡ് ആയിരിക്കണം. ഫോക്കസ്ഡ് ആയിട്ട് നമ്മളതിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. ഇതൊരു തുടക്കം മാത്രമാണ്. ഡെയിലി നമ്മൾ മൈൻഡ് അലൈൻമെൻറ്റ് ചെയ്യണം. അതാണ് അതിൻ്റെ പ്രോസസ്സ്. അപ്പോൾ രണ്ടാമത്തെ തെറ്റ് പറഞ്ഞതല്ലോ, എഴുതിയിട്ട് അവിടെ തന്നെ വെക്കുക എന്നുള്ളത്. മൂന്നാമത്തത്, നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് തോട്ടുകളെ നമ്മൾ ഇഗ്നോർ ചെയ്യുക, ശ്രദ്ധിക്കാണ്ടിരിക്കുക. അതാണ് മൂന്നാമത്തെ തെറ്റ്. എന്നെ കൊണ്ട് പറ്റൂല, എനിക്ക് അതിനുള്ള ഭാഗ്യമില്ല എന്നൊക്കെയുള്ള കുറേ ചിന്ത അകത്ത് കിടക്കണം. അല്ലെങ്കിൽ അത് മാറ്റാതെ അവിടെ തന്നെ ഇടുക. അത് നമ്മുടെ റൂട്ട് കോസാണ് അവിടെ കിടക്കുന്നത്. അത് മാറ്റിയേ പറ്റൂ. കാരണം വെച്ചാൽ അത് നിങ്ങളുടെ നടക്കാത്തതിന് പ്രധാനപ്പെട്ട കാരണമാണെന്ന് മനസ്സിലാക്കി അത്തരം ചിന്തകളെ നിരീക്ഷിച്ച് അതിനെ മാറ്റാൻ ബോധപൂർവ്വം നമ്മൾ ശ്രമിക്കണം. ഇനി നാലാമത്തത്, ഇമോഷനൊന്നും ഇല്ലാണ്ട് എഫർമേഷൻ ഇങ്ങനെ പറയാം. എനിക്ക് 2026 ഡിസംബർ 31 1 ലക്ഷം രൂപ വരുമാനം കിട്ടണം, എനിക്ക് ഇങ്ങനെ പറയും. ഒരു ഇമോഷനും ഇല്ല. നമുക്കറിയാം, ഉപബോധ മനസ്സിന് ഇമേജസും ഇമോഷൻസും ആണ് അത് എടുക്കുള്ളൂ. അപ്പം നിങ്ങൾ ഈ ഒരു ഇമോഷനും ഇല്ലാതെ പറയുന്ന കാര്യം ഇതിൽ കൂടെ കേട്ട് ഇതിൽ കൂടെ പോകുന്ന പോലെ എവിടെയും സേവ് ആവേണ്ട നമ്മുടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്യാത്ത ഒരു ഡാറ്റ പോലെ അത് അങ്ങോട്ട് പോകും. ടൈപ്പ് ചെയ്യും. നമ്മൾ സേവ് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക? കമ്പ്യൂട്ടർ ഓഫ് ചെയ്യുന്നതോടുകൂടി അത് ഡാറ്റയിൽ നിന്ന് പോകുന്ന പോലെ ഈ പറഞ്ഞ ഇമോഷൻ ഇല്ലാത്ത ഗോളുകൾ എവിടെയും സേവ് ചെയ്യാതെ പോകും. അപ്പോൾ നാലാമത്തെ തെറ്റാണ് ഇമോഷൻ ഇല്ലാതെ എഫർമേഷൻസ് മെക്കാനിക്കലായിട്ട് പറയാന്നുള്ളത്. അഞ്ചാമത്തെ കാര്യം, ആക്ഷൻ ഇല്ലാണ്ട് റിസൾട്ടിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക. നമ്മൾ ആക്ഷൻ ഒന്നും എടുക്കില്ല, എന്നിട്ട് റിസൾട്ടിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക. ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ ഒരു വൈഫൈ ബൂസ്റ്റർ എന്ന് പറഞ്ഞ സാധനം വാങ്ങിക്കാൻ കിട്ടും. വൈഫൈ ബൂസ്റ്റർ. ഇപ്പം നമ്മുടെ വീട്ടിലിപ്പോൾ ഒരു മുറിയിൽ നമ്മൾ വൈഫൈറിൽ ഇത് വെച്ചു, വേറെ കുറേ അപ്പുറത്തുള്ള മുറിയിൽ വലിയ കാര്യമായിട്ട് കിട്ടുന്നില്ല സിഗ്നൽ, ചെറിയ സിഗ്നലേ ഉള്ളൂ. നമുക്ക് അവിടെ ഡാറ്റ കിട്ടുന്നില്ലെങ്കിൽ ഈ വൈഫൈ ബൂസ്റ്റർ മേടിച്ച് അവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ വൈഫൈ സിഗ്നൽ അത് ബൂസ്റ്റ് ചെയ്യും. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കാം, എവിടെ ഒരു സിഗ്നലും ഇല്ലാത്ത ഒരു സ്ഥലത്ത് നിങ്ങൾ ഈ വൈഫൈ ബൂസ്റ്റർ കൊണ്ടുവച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമോ? ഒരു സിഗ്നലും ഇല്ല അവിടെ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. അതേപോലെ നിങ്ങൾ ഈ പറഞ്ഞ ഒരു പ്രവൃത്തിയും ചെയ്യാണ്ട് അവിടെ ഇരുന്ന് നിങ്ങൾ ഗോൾ എഴുതി വെച്ചാൽ അതിപ്പോൾ നടക്കുന്നു പറഞ്ഞിരിക്കുന്നത് അതുപോലെയാണ്. മറിച്ച് നിങ്ങൾ ചെറിയൊരു പ്രവൃത്തി ചെയ്താൽ അത് ബൂസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. പക്ഷേ ഒന്നും ചെയ്യാതിരിക്കുന്നത് നേരെ ഒരു സൈഡ് വൈഫൈ ഒരു സിഗ്നലും ഇല്ലാത്തടത്ത് വൈഫൈ ബൂസ്റ്റർ വയ്ക്കുന്ന പോലെ. അപ്പോൾ നിങ്ങൾ പ്രത്യേകം പഠിക്കുക, മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ മടിയന്മാർക്കുള്ള പണിയല്ല, ഇൻസ്പയർഡ് ആയിട്ട് ആക്ഷൻ എടുക്കാനുള്ള ആൾക്കാർക്കുള്ളതാണ്. മടി പിടിച്ച് എനിക്ക് പ്രത്യേകിച്ച് ജോലിയും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ മാനിഫെസ്റ്റേഷൻ ചെയ്തോളാം, വെറുതെ ഇരുന്ന് ഇങ്ങനെ ചെയ്താൽ മതിയല്ലോ, സുഖമുള്ള പരിപാടിയല്ല എന്ന് വിചാരിക്കുന്നവർക്ക് പറ്റിയ പരിപാടിയല്ല ഈ മാനിഫെസ്റ്റേഷൻ. പിന്നെ ആറാമത്തെ കാര്യം, കൺസിസ്റ്റൻസി ഇല്ല. നിങ്ങൾക്ക് 6 പാക്ക് ബോഡി വേണം. ഓക്കെ, ഇന്ന് തീരുമാനം എടുത്തു, ഞാൻ 6 മാസം കൊണ്ട് 6 പാക്ക് ബോഡിയാക്കി മാറ്റും എന്നും പറഞ്ഞ് ജിമ്മിൽ പോകുന്നു. അവിടെ പോയി എടുക്കുന്നു, നല്ലോണം 1.5 മണിക്കൂർ 2 മണിക്കൂർ ആവേശത്തിൽ കയറി കുറേ വർക്കൗട്ട് ചെയ്യുന്നു. വീട്ടിൽ വരുന്നു, അയ്യോ ശരീരവേദന, രാവിലെ ഇരിക്കുമ്പോഴും ദേഹം മുഴുവൻ വേദന, നിർത്തി. ഒരു 2 ആഴ്ച പിന്നെ പോയില്ല. പിന്നെ ഫീസ് കൊടുത്തതല്ലേ, ഒന്നുകൂടി പോയി കളയാം. പോകുന്നു, ജിമ്മിൽ പോകുന്നു, രാവിലെ പോകുന്നു. കഴിഞ്ഞ പ്രാവശ്യം പേടിയുള്ളതുകൊണ്ട് കുറച്ച് പതുക്കെ ഒരാഴ്ച കഴിഞ്ഞ് 2 ദിവസം പോയി, പിന്നെ നിർത്തി. പിന്നെ 1 മാസം കഴിഞ്ഞ് പിന്നെയും പോയി. അങ്ങനെ പോയാൽ നിങ്ങൾക്ക് ബോഡിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്താൽ അതേപോലെയാണ് ഗോളിൻ്റെ കാര്യം. നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാൻ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഒരു ദിവസം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡൊക്കെ പ്രാക്ടീസ് ചെയ്യും, പിറ്റേ ദിവസം അത് നിർത്തി, സംശയങ്ങൾ ഒരു ഉള്ളിൽ തോന്നൽ, ഒരു ദിവസം ഒരു നല്ല വിഷ്വലൈസേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു, പിറ്റേ ദിവസം പേടി, ഇതൊക്കെ നടക്കുമോ? ഇങ്ങനെ എല്ലാം കൂടി കലർന്ന ഒരു അവിയൽ പരുവത്തിലുള്ള കുറേ തോട്ട്സ് ഇമോഷൻസ് ഒക്കെയാണ് നമ്മൾ വിട്ടുകൊണ്ടിരിക്കുന്നത്. അത് നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ആറാമത്തെ കാര്യം മനസ്സിലായല്ലോ. ഇനി ഏഴാമത്തത്, പലരും ഒറ്റയ്ക്ക് ശ്രമിച്ചിട്ട് പരാജയപ്പെടും. ഒറ്റയ്ക്ക് ഇറങ്ങിത്തിരിക്കും ഓരോന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സമൂഹത്തിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളില്ലെങ്കിൽ, ഞാൻ എപ്പോഴും പറയും, വെള്ളം തിളപ്പിച്ച് പുറത്തേക്ക് വെച്ചാൽ 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും അത് തണുക്കും. നിങ്ങൾ പല ക്ലാസ്സുകളും യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ട് മോട്ടിവേറ്റ്
എനിക്ക് ഇന്ന് ചെയ്തേ പറ്റൂ എന്നൊക്കെ തീരുമാനം എടുക്കും. പക്ഷെ നിങ്ങൾ ചെല്ലുന്നത് പിന്നെയും ഈ സമൂഹത്തിലാണ്. നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണ്, മുന്നോട്ട് പോകണമെന്നോ പറയാൻ ആരുമില്ല. നിങ്ങളിത് ചെയ്താൽ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കും, നിങ്ങളിത് ചെയ്യണം, നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നൊന്നും നോക്കാൻ ആരുമില്ലാത്ത ഒരു കൂട്ടം ആളുകളുടെ അന്ന് അവർക്ക് അറിയില്ല പറഞ്ഞുതരാൻ. അങ്ങനെ ഒരാളില്ല. എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും നിങ്ങൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോവും, ഈ കാര്യം അങ്ങോട്ട് വിടും, ഇത് ചെയ്യലുണ്ടാവില്ല. ഇത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് അത് ചെയ്യാനുള്ള ഒരു സാഹചര്യം കൂടി നമ്മൾ സൃഷ്ടിച്ചു വെക്കണം. ഒരു കമ്മ്യൂണിറ്റിയിലൊക്കെ നിൽക്കുമ്പോൾ ഏറ്റവും വലിയ ഗുണം അതാണ്, നമുക്ക് ആ കമ്മ്യൂണിറ്റിയുടെ ഒരു സപ്പോർട്ട് കിട്ടും. ഇപ്പൊ MM30 എല്ലാ പാർട്ടിസിപ്പൻസ് ഒക്കെ ഒരു തങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം, ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഒരു കൂട്ടായ്മയാണ്. അപ്പൊ നമ്മൾ ആ ഒരു കൂട്ടായ്മയിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഒരു സപ്പോർട്ട് കിട്ടുന്നു, നമ്മളെ പോലെയുള്ള ആളുകളെ കാണുന്നു, അവരുടെ അച്ചീവ്മെന്റ്സ് കാണുന്നു, അതൊക്കെ നമുക്കൊരു ഇൻസ്പിറേഷനാണ്. എപ്പോഴും ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മളൊരു ജിമ്മിൽ പോകുമ്പോൾ നമ്മളെ പോലെ തന്നെ നല്ല പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്ന കുറെ ആളുകൾ കാണുന്നു, അവർക്കൊക്കെ നല്ല ബോഡി ഉണ്ടായി കാണുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇതുപോലെ എനിക്കും ആവാം, കുറച്ച് ദിവസം ചെയ്ത് കഴിഞ്ഞ് എനിക്കും ഇതുപോലേക്ക് ആവാൻ കഴിയും. പിന്നെ നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ അവിടെ ഒരു ട്രെയിനർ ഉണ്ട്. ഇതൊക്കെ നമുക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുന്ന കാര്യങ്ങളാണ്. നമ്മൾ വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കിയാൽ ഇതൊന്നും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ നമ്മൾ ഒരു കമ്മ്യൂണിറ്റിയുടെ കൂടെ നിൽക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. നിങ്ങൾക്ക് മാക്സിമം റിസൾട്ട് ആണ്. 7 കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു. നിങ്ങൾ എപ്പോഴും ഒരു കൂട്ടം നിങ്ങളെപ്പോലെ ചിന്തിക്കുന്ന, ഒരേമാതിരി ചിന്തിക്കുന്ന ആളുകളുടെ കൂടെ ചെയ്യാൻ നോക്കും. അപ്പോൾ മാനിഫെസ്റ്റേഷൻ ഫെയിൽ ആവുന്നതിന്റെ കാരണം മാനിഫെസ്റ്റേഷൻ ആ പ്രോസസ്സ് തെറ്റിക്കൊണ്ടൊന്നല്ല, നിങ്ങൾ ആ പ്രോസസ്സിന് ശരിയായ രീതിയിൽ എടുക്കാത്തതുകൊണ്ട് മാത്രമാണ്.